ഒരു മാസത്തോളമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അമേരിക്ക താൽക്കാലിക വിരാമമിട്ടുവെങ്കിലും അതുണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് ഇതുവരെ ലോകവിപണി മുക്തമായിട്ടില്ല. അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധം അമേരിക്ക തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും അതിൻ്റെ പേരിൽ ഇറാൻ നടത്തിയ സാമ്പത്തിക യുദ്ധത്തിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോഴും ആഗോള വിപണിയെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും സമ്മർദ്ദത്തിലാക്കാൻ ഇതിലും വലിയ ഒരു ആയുധമില്ല എന്ന് മനസ്സിലാക്കി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടായിരുന്നു ആ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചത്. ഇതോടെ സ്തംഭിച്ചത് ലോകത്തിൻ്റെ തന്നെ എണ്ണ ചരക്ക് നീക്കമായിരുന്നു. തങ്ങളെ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നത് യുദ്ധം ആരംഭിക്കും മുൻപ് തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതൊരു അറ്റകൈ പ്രയോഗമാണ് എന്ന് അറിയാനിട്ടല്ല, തങ്ങളുടെ പ്രതിരോധത്തിന് അതിലും നല്ല മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ ഇറാൻ യുദ്ധം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ ഹോർമൂസ് അടച്ചു. സാമം, ദാനം, ഭേദം, ദണ്ഡം തുടങ്ങി എല്ലാ മാർഗങ്ങളും നോക്കിയിട്ടും ട്രംപിനോ നെതന്യാഹുവിനോ ഹോർമൂസ് ഇറാനെ കൊണ്ട് തുറപ്പിക്കാനായില്ല. ഒടുവിൽ ലോകരാഷ്ട്രങ്ങളുടെ സഹായം തേടി ട്രംപ്. അപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഇറാൻ ഉറച്ചുനിന്നു. എണ്ണ എന്നത് വെറും ഇന്ധനം മാത്രമല്ല എന്നും ആഗോള അധികാര സമവാക്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നുകൂടിയാണ് എന്ന സത്യം ലോകം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഇന്നിപ്പോൾ ലോകമാകെ ആലോചിക്കുന്നത് ഹോർമൂസിന് ഒരു ബദൽ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ്. ഇക്കഴിഞ്ഞ 3 ആഴ്ചകൾ എണ്ണ മുടങ്ങിയാൽ എല്ലാം മുടങ്ങുമെന്ന് ലോകം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ്. ലോകവിപണിയിലെ ഒട്ടുമിക്ക എണ്ണ ഉപഭോക്തൃ രാഷ്ട്രങ്ങളെയും ഹോർമൂസ് അടച്ചത് ബാധിച്ചു. എണ്ണ ഉൽപ്പാദക സംസ്കരണ രാഷ്ട്രങ്ങൾക്ക് അവരുടെ എണ്ണ കയറ്റി അയക്കാൻ മാർഗമില്ലാതായി. സൗദിയും UAEയും ഖത്തറും കുവൈറ്റും ഇറാഖും അങ്ങനെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ച് എണ്ണ നീക്കം നടത്തുന്ന രാഷ്ട്രങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. കഴിഞ്ഞില്ല. ഇത് എണ്ണ കമ്പനികളെയോ ആ രാഷ്ട്രങ്ങളെയോ മാത്രമാണോ ബാധിച്ചത്? അല്ല, സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറി, കുടുംബ ബജറ്റ് താളം തെറ്റി ആഗോള എണ്ണ നീക്കത്തിൻ്റെ 20 മുതൽ 25% വരെയും നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വഴി ഗതാഗതം നിലച്ചതോടെ മുഖ്യ ഇന്ധനങ്ങളായ പെട്രോളിനും ഡീസലിനും വില കൂടിയതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് പലയിടത്തും വില കൂടി. പാചകവാതകം നിലച്ചതോടെ പല ഭക്ഷണശാലകളും അടച്ചുപൂട്ടേണ്ട സ്ഥിതിയുണ്ടായി. പച്ചക്കറിയും മരുന്നും മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കുമടക്കം ഇരട്ടി വിലയായി. എണ്ണയെ ആശ്രയിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ കർശനമായ രൂക്ഷമായ പവറക്കെട്ടും ഭീകരമായ നിരക്ക് വർധനയും ഉണ്ടായേക്കാമെന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഗതാഗത നിർമ്മാണ മേഖലകളിലും മന്ദത അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. കേരളമടക്കം ഒട്ടേറെ നാടുകൾ കഴിയുന്നത് പ്രവാസികൾ അയക്കുന്ന ഗൾഫ് പണം കൊണ്ടാണ്. എണ്ണ കയറ്റുമതി ചെയ്യുന്ന സൗദിയും ഖത്തറും കുവൈറ്റും UAEയും അടക്കം ഹോർമൂസിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ്. ലോക വിപണിയിലേക്കുള്ള പാചകവാതക കയറ്റുമതിയും ഈ രാജ്യങ്ങളിൽ നിന്നാണ്. ഇതെല്ലാം ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ് തകർത്തത്. ഗൾഫ് രാജ്യങ്ങളിലാകെ 90 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്ക്. പ്രതിദിനം ഏകദേശം 21 മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമൂസ് വഴി കടന്നുപോയിരുന്നത്. ഹോർമൂസ് അടഞ്ഞതോടെ പ്രതിസന്ധിയിലായത് ഏഷ്യൻ രാജ്യങ്ങളായ ചൈനയും ഇന്ത്യയും ജപ്പാനും ദക്ഷിണ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങളും. ഹോർമൂസിനെ ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ചൈനയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ പകുതിയിലധികവും ഹോർമൂസ് എന്ന കുപ്പിക്കഴുത്ത് കടലിടുക്ക് വഴിയാണ് നടന്നിരുന്നത്. ഇത് നിലച്ചതോടെ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ക്ഷാമം അത്ര കാര്യമായി നേരിട്ടില്ല എങ്കിലും പക്ഷേ പാചകവാതകത്തിന് ക്ഷാമം അതിരൂക്ഷമായി. പെട്രോൾ ഡീസൽ ക്ഷാമം നേരിടാത്തതിന് പ്രധാന കാരണം നിലവിൽ 2 മാസത്തേക്കുള്ള പെട്രോളിയം കരുതൽ ശേഖരമായി ഉണ്ട് എന്നതാണ്. പക്ഷേ യുദ്ധം നീണ്ടുപോയിരുന്നുവെങ്കിൽ അതും പ്രതിസന്ധിയിലാകുമായിരുന്നു. യുദ്ധം താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചതും ഒരുപക്ഷെ ശാശ്വതമായി അവസാനിച്ചേക്കും എന്ന സൂചനയും ഇത്രയും രാജ്യങ്ങൾക്ക് നൽകുന്ന ശുഭപ്രതീക്ഷ ചെറുതല്ല. പക്ഷേ ഹോർമൂസ് പാത അടഞ്ഞുകിടക്കുന്നത് എണ്ണ വിപണിയിൽ ഉണ്ടാക്കുന്ന വിലക്കയറ്റം കഠിനമായിരിക്കും. യുദ്ധം തുടങ്ങുന്ന സമയം ആഗോള എണ്ണ വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ബാരലിന് വില $72 വരെയായിരുന്നു. ഇന്നത് $111 വരെ എത്തിയിട്ടുണ്ട്. കടലിടുക്ക് തുറക്കാൻ വൈകിയാൽ എണ്ണവില ഒരുപക്ഷെ ബാരലിന് $150 മുതൽ $200 വരെ എത്തിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ തന്നെ പ്രതിദിനം ഏകദേശം $5 ബില്യൺ മുതൽ $10 ബില്യൺ വരെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം 41,000 മുതൽ 82,000 കോടി രൂപ വരെയാണ് എന്നാണ് കണക്ക്. എന്താണ് ഹോർമൂസിന് ഒരു ബദൽ? ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച് ഹോർമൂസ് അടഞ്ഞപ്പോൾ മുതൽ ലോകരാഷ്ട്രങ്ങൾ ആലോചിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. ഹോർമൂസിന് പകരം ഒരു ബദൽ റൂട്ട് അഥവാ ബദൽ വഴി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള പോംവഴി. പ്രധാന എണ്ണ കയറ്റുമതി രാഷ്ട്രങ്ങളായ അറബ് രാഷ്ട്രങ്ങളൊക്കെ കൂടി കൈകോർത്താൽ തന്നെ നല്ലൊരളവ് വരെ എണ്ണ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പൈപ്പ് ലൈൻ സംവിധാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കടൽപാത ഒരിക്കലും ഒരു പരിഹാരമാകില്ല.
ഹോർമൂസിനോളം. കാരണം മറ്റേതൊരു കടൽപാതയും ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കും എന്നതിനാൽ അതൊരു ശാശ്വതമായ പോംവഴിയല്ല. അപ്പോൾ പിന്നെ ആലോചിക്കാവുന്ന പോംവഴിയും കുറെ കൂടി സാധ്യതയുള്ളതും വ്യത്യസ്ത ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് ഒരു സംയോജിത ഗൾഫ് പൈപ്പ് ലൈൻ സംവിധാനമാണ്. പക്ഷേ ഇതിന് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ച് യോജിപ്പിലെത്താൻ ഈ രാജ്യങ്ങൾ തയ്യാറാകണം. അങ്ങനെ സാധിച്ചാൽ യാഥാർത്ഥ്യമാകുന്നത് ഭാവി മുന്നിൽ കണ്ടുള്ള വമ്പൻ പ്രോജക്റ്റ് ആയിരിക്കും. ഒട്ടേറെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി. പക്ഷേ ഇതിനുമുണ്ട് ചില പ്രായോഗിക തടസ്സങ്ങൾ. അതോടൊപ്പം നേട്ടങ്ങളും കോട്ടങ്ങളും വേറെ. തടസ്സം പ്രധാനമായും രാഷ്ട്രീയമായ വിയോജിപ്പുകൾ തന്നെയാണ്. പക്ഷേ ചില സാധ്യതകൾ ഉള്ളത് വൻതോതിൽ മറ്റു ചിലവുകൾ കുറയും എന്നതാണ്. അതായത് ഒമാന്റെ തീരപ്രദേശം ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് അറബിക്കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടച്ചാൽ പോലും പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റുമതി ഒമാൻ തീരം വരെ തടസ്സമില്ലാതെ തുടരാം. മാത്രമല്ല കപ്പലുകൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന ഇൻഷുറൻസ് തുകയും ഉയർന്ന ഗതാഗത കൂലിയും കുറയ്ക്കാനും സാധിക്കും. അതിലുപരി ഗൾഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കപ്പലുകൾ വരാനെടുക്കുന്ന കാലതാമസവും കുറയ്ക്കാം. അങ്ങനെയൊരു പൈപ്പ് ലൈൻ വരികയാണ് എങ്കിൽ ഇറാഖിനും കുവൈത്തിനും കൂടി സൗദി വഴി എളുപ്പത്തിൽ അതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ചില സമയങ്ങളിലെങ്കിലും UAE തങ്ങളുടെ എണ്ണ ഫുജൈറ പൈപ്പ് ലൈൻ വഴി ഒമാൻ ഉൾക്കടലിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ സൗദി അറേബ്യയും ഒമാനും തമ്മിൽ പുതിയൊരു പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് തകൃതിയായ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ പൈപ്പ് ലൈൻ ബസറ വരെ നീട്ടാനുള്ള ചർച്ചകളും അണിയറയിൽ നടക്കുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇറാഖിനെ സ്വന്തം തുറമുഖങ്ങൾ വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്നത് ഒരു ശുഭപ്രതീക്ഷയാണ് ആ രാജ്യത്തിന്. നിലവിൽ പൈപ്പ് ലൈനുകളുണ്ടോ എണ്ണക്കടത്തിന്? ഉണ്ട്. 3 പൈപ്പ് ലൈനുകൾ നിലവിലുണ്ട്. ഒന്ന് സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനാണ്. മറ്റൊന്ന് UAEയുടെ ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ. ഇനിയൊന്ന് ഉത്തര ഇറാഖിൽ നിന്ന് തുർക്കിയിലേക്ക് ജയ്ഹാൻ തുറമുഖത്തേക്ക് നീളുന്ന പൈപ്പ് ലൈനാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നാൽ പോലും ഹോർമുസ് വഴിയുള്ള എണ്ണ നീക്കത്തിൻ്റെ 1/3 ഭാഗം പോലും എത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. പേർഷ്യൻ ഗൾഫിലെ അബ്ഖൈക്കിൽ നിന്ന് ചെങ്കടൽ തീരത്തെ യാൻബു തുറമുഖം വരെയുള്ള ഏകദേശം 1200 കിലോമീറ്റർ ദൂരം നീളുന്നതാണ് സൗദിയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ. 1980കളിൽ ഇറാഖ് ഇറാൻ യുദ്ധകാലത്ത് നിർമ്മിച്ച ഈ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 6 മില്യൺ ബാരൽ എണ്ണ കൊണ്ടുപോകാൻ ശേഷിയുണ്ട് എന്നത് ഗുണകരം തന്നെയാണ്. പക്ഷേ ഇത് സൗദിയുടെ എണ്ണ കയറ്റുമതിയുടെ ഒരു ഭാഗം മാത്രമാണ്. UAEയുടെ പൈപ്പ് ലൈൻ അബുദാബിയിലെ ഹബ്ഷാനിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ തുറമുഖത്തേക്ക് എണ്ണ എത്തിക്കുന്നതാണ്. 2012ലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതുവഴി പ്രതിദിനം കൊണ്ടുപോകാൻ കഴിയുന്നത് 1.7 മില്യൺ ബാരൽ എണ്ണയാണ്. ഫുജൈറ തുറമുഖം ഹോർമൂസ് കടലിടുക്കിന് പുറത്തായതിനാൽ അവിടെ പൈപ്പ് ലൈൻ വഴി എത്തുന്ന എണ്ണയ്ക്ക് സുരക്ഷിതമായി ലോകവിപണിയിൽ എത്താം എന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, ഈ 2 പൈപ്പ് ലൈൻ വഴി ആകെ കടന്നു പോകുന്നത് 7.7 മില്യൺ ബാരലാണ്. ഹോർമൂസ് വഴി അത് 21 മില്യൺ ബാരലും. വ്യത്യാസം എത്രയെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അതുതന്നെയാണ് ഹോർമൂസ് അടയ്ക്കാൻ ഇറാന് ധൈര്യം പകരുന്നതും. ഇനി ഇറാഖിൽ നിന്ന് തുർക്കിയിലെ ജയ്ഹാൻ തുറമുഖത്തേക്കുള്ള പൈപ്പ് ലൈനിൻ്റെ സ്ഥിതി നോക്കാം. നിലവിൽ അത് കുർദിസ്ഥാൻ ഭരണകൂടമാണ് നിയന്ത്രിക്കുന്നത്. ബാഗ്ദാദും എർബിലും തമ്മിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റ് സാങ്കേതിക തകരാറുകൾ മൂലവും പലപ്പോഴും അത് തടസ്സപ്പെടും. ഇതും ഹോർമൂസിലേക്ക് ഇവരെ എത്തിക്കുന്നു. നിലവിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ശത്രുക്കൾക്ക് മാത്രമാണ് ഹോർമൂസിൽ വിലക്ക് എന്നാണ് ഇറാൻ നിലപാടെടുത്തിട്ടുള്ളത് എങ്കിലും ആക്രമണ ഭീതി കാരണം കപ്പലുകൾ കടന്നു പോകുന്നില്ല. ഇറാന്റെ ആക്രമണ ഭീഷണി മൂലം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പകുതിയിലധികം കുറഞ്ഞതായാണ് കണക്ക്. നിലവിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, തുർക്കി, ജപ്പാൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. അപ്പോഴും ഫലത്തിൽ ഹോർമൂസ് ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. കടലിടുക്കിൽ കപ്പലുകൾ തടയുകയോ പരിശോധിക്കുകയോ ചെയ്യുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു. ഇത് വെസലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും അതുവഴി എണ്ണവില ഉയരാനും കാരണമാകും. ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നത് ലോകത്തിന് വലിയ ആഘാതമുണ്ടാക്കും.